ഇന്നൊരു 5 മണിയായപ്പോൾ എണീറ്റു. അപ്പോൾ നമ്മളെ പുതിയൊരു വ്ളോഗാണ്. നമ്മളെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് മോക്ക് കൊണ്ടുപോകാൻ നമുക്ക് ഉച്ചക്കത്തേക്കും ഇന്നത്തെ ദിവസം ഉള്ളത് നമ്മളെ തോരൻ വെക്കാനായിട്ടുള്ളത് ഇന്നലെ അരിഞ്ഞു വെച്ചായിരുന്നു. ബീട്രൂട്ട്, പിന്നീട് കറിവേപ്പിലയൊക്കെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് വെളിയിൽ വെച്ച്, മീൻ ഇന്നലെ രാത്രിയിലേക്ക് കണ്ടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ രാവിലെ വെളുപ്പിനെ എടുത്ത് വെളിയിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഐസൊക്കെ പോകണ്ടേ. പിന്നീട് ചോറ് തിളപ്പിക്കാനായിട്ട് വെച്ച് കുറച്ച് നേരം ഇട്ട് തിളപ്പിക്കും. കാരണം അരിക്ക് കുറച്ച് വേവ് കൂടുതലുള്ളതുകൊണ്ട് വേവാൻ ഭയങ്കര പാടുണ്ട്. വെന്ത് കഴിഞ്ഞ് ചോറ് കയറി നല്ലോണം മുറം കൊള്ളിക്കുന്നു. പിന്നെ ഇന്നലെ രാത്രി കഴുകി വെച്ച പാത്രങ്ങളെല്ലാം ഉണങ്ങി റെഡിയായി ഇരിപ്പുണ്ട്. ഇനി അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് അടുക്കി പറക്കി വെക്കണം. അപ്പം തന്നെ പകുതി ജോലി ഒതുങ്ങും. പിന്നീട് ഞാൻ എണീറ്റില്ല, ഇനിയിപ്പോൾ ഇവർ ഉറങ്ങണ്ടെന്ന് കരുതി അവരെ ഒന്ന് ഉണർത്താമെന്ന് കരുതി അവർക്ക് വെള്ളമല്ല രാവിലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്ത്. രാവിലെ എണീറ്റ് ഇത്രയൊന്നും ചെയ്തിട്ടും എണീച്ച് കുറച്ച് കഴിഞ്ഞ് ഒരു മൂസ്താതി കാണുമല്ലോ, അപ്പോൾ ഒന്ന് കറങ്ങി നടക്കുന്ന ഇതുണ്ട്. ഇന്ന് ഞാൻ വെളിയിലോട്ടൊന്നും ഇറങ്ങിയില്ല, ചെറുതായിട്ട് മഴയും ഉണ്ടായിരുന്നു. പിന്നെ 5 മണിക്ക് എണീറ്റെന്ന് വെച്ചാൽ ഇന്ന് ജോലി നേരത്തെ എനിക്ക് 6 മണിയാകുമ്പോൾ തീർക്കണം എന്നൊരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ 5 മണിക്ക് എണീറ്റത്. അവൾ എണീക്കുമ്പോഴത്തേക്കെല്ലാം ക്ലീനാക്കി എല്ലാം റെഡി ആക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ തോരനുള്ള കാര്യങ്ങളെല്ലാം എടുത്തു വെച്ച്, കാരണം എനിക്ക് സ്പീഡില്ലല്ലോ, അപ്പം ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സാധനം അവിടെ നിന്ന് കരിഞ്ഞു പോകും ഞാൻ തേങ്ങയൊക്കെ തിരിയും കൊണ്ട് വരുമ്പോഴത്തേക്ക്. അപ്പോൾ അത് കടു പൊട്ടിച്ച് നമ്മുടെ ബീട്രൂട്ട് എടുത്തിട്ട് കൊടുത്ത്, ബീട്രൂട്ട് ഇച്ചിരി കെട്ടിയിൽ അരിഞ്ഞേക്കുന്ന, കാരണം വിരളോര ഇല്ലായിരുന്നു. അപ്പം ബോർഡിൽ വെച്ച് അരിഞ്ഞുകൊണ്ട് ഇച്ചിരി കട്ടിയുണ്ട്, എന്നാലും കുഴപ്പമില്ല, വേവുമ്പോൾ എന്തായാലും കഴിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഞാൻ പിന്നെ അരപ്പൊക്കെ ഇട്ട് അത് തട്ടിപ്പൊത്തി വെച്ച് ആവിയിലിരുന്ന് അരപ്പൊന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് മീനുള്ള അരപ്പ് റെഡിയാക്കി, ഇത്ര അരഞ്ഞാൽ മതി ഞങ്ങൾക്ക്. അപ്പം അതെല്ലാം റെഡിയാക്കി വെച്ച്, പിന്നെ മീൻ കറി വെക്കണം. പിന്നെ മോക്കൊരു മുട്ടയും കൂടെ വറുത്ത് കൊടുത്താൽ അവൾക്ക് ഉച്ചക്കത്തേക്കുള്ള കാര്യമാവും. അപ്പം മീൻ കറി ആക്കാമെന്ന് കരുതി. അപ്പുറം തോരനാവുന്നുണ്ട്, തോരൻ ഒരുവിധം വെന്ത്. അപ്പം ഈ പച്ചമണം, തക്കാളിയുടെ ഒക്കെ പച്ചമണം മാറാൻ ഒരിച്ചിരി എണ്ണ ഒഴിച്ചൊന്ന് വാട്ടിയിട്ടാണ് ഈ അരപ്പൊഴിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മളെ തോരൻ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിരുന്നില്ലേ, അപ്പോൾ അതൊന്ന് ഇളക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ നിമിഷ നേരം കൊണ്ട് ഈ തോരൻ നല്ല ചുവപ്പ് നിറമായിട്ട് മാറും, ഒന്നും ഇളക്കേണ്ട താമസം അത്രയേ ഉള്ളൂ. അങ്ങനെ പിന്നീട് അരപ്പൊക്കെ ഒഴിച്ച് ഇനി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് കറി നല്ലോണം തിളച്ചതിന് ശേഷം മാത്രമേ മീനിടാറുള്ളൂ. അപ്പോൾ അത് കലക്കി എല്ലാം റെഡിയാക്കി വെച്ചു. തോരൻ അപ്പുറത്ത് വെള്ളം വാറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, മൊരിച്ചെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തോരൻ ചീത്തയാവും. അതുകൊണ്ട് അത് ചെയ്തു വെച്ചു. മഴ നന്നായിട്ട് പൊടിക്കുന്നുണ്ട്. ചായയൊക്കെ ഇട്ട് വെച്ചപ്പോഴത്തേക്ക് ചോറും കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ ചോറൊന്ന് മൊരിച്ച് വെക്കാമെന്ന് കരുതി. പിന്നീട് ഞാൻ മോക്കൊരു മുട്ടയും വറുത്ത്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിലുള്ള കാര്യങ്ങൾ നമ്മളെ തോരൻ, മോക്കാണ് മുട്ട വറുത്തതുള്ളത്, ഞങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ വറുത്താൽ മതിയല്ലോ. പിന്നെ മീനൊക്കെ ഇട്ട് നമ്മൾ നല്ലോണം പറ്റിച്ചാൽ അത്യാവശ്യം ചാറുണ്ട്, ഞങ്ങൾക്ക് ആവശ്യത്തിനായിട്ട് പറ്റിച്ച് കറിയും റെഡിയായി. പിന്നീട് ഞാൻ അടുക്കള മൊത്തം വൃത്തിയാക്കി. 6 മണിയാകുമ്പോൾ പണി തീർക്കണമെന്നുണ്ടായിരുന്നു. അടുക്കളയെല്ലാം വൃത്തിയാക്കി പാത്രമൊക്കെ കഴുകി നീറ്റാക്കിയിട്ട്, തൂത്തൊന്നും വാരിയിട്ടില്ല, പക്ഷേ അടുക്കള വൃത്തിയാക്കണം. അതിന് വൈകുന്നേരം വരെ ഇങ്ങനെ തന്നെ കിടന്നത്, വേറെ കുക്കിംഗ് ഒന്നുമില്ല. കാപ്പി നമുക്ക് ദോശയായിരുന്നു, അപ്പം അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. ഇന്നലത്തെ കുറച്ച് മാവുണ്ടായിരുന്നു, അതിന് ദോശ ഉണ്ടാക്കി മോക്കും കൊടുത്തു. അപ്പം ഇതൊക്കെയായിരുന്നു. പിന്നെ മോക്കുള്ള ചോറും കാര്യങ്ങളും എല്ലാം ഇട്ട് വെച്ചു. ഒരു മുട്ട വറുത്തതും തോരനും മീനിട്ടില്ല, മീൻ മുള്ളുള്ള ആയതുകൊണ്ട്, പൊന്നാറിനെ കിട്ടിയ മുള്ളുള്ള ആയതുകൊണ്ട് എനിക്ക് പേടിയ തൊണ്ടയിലെങ്ങാനും കയറ്റിയാലോ എന്നും കരുതി. അപ്പോൾ അരപ്പ് മാത്രം കൊടുത്തു വിട്ടു. പിന്നെ സ്നാക്സിനൊക്കെ മിച്ചർ മതിയെന്ന് പറഞ്ഞിരുന്നു, അങ്ങനെ മിച്ചർ കൊടുത്തു വിട്ടു. പിന്നീട് ഉടുപ്പൊക്കെ എടുത്തു വെച്ചു. അവർക്ക് യൂണിഫോം ഇതുവരെ കിട്ടിയില്ല, ചില കുഞ്ഞുങ്ങൾക്ക് കിട്ടിയില്ല, അളവ് കറക്റ്റായില്ല, കിട്ടിയില്ല. അപ്പം ഇന്ന് കളറാണ് വീണ്ടും ഇട്ടുകൊണ്ട് പോകുന്നത്, അതൊരു ബുദ്ധിമുട്ടാണ് എന്നും ഈ തപ്പുന്നത്. പിന്നീട് നമ്മുടെ രാജ്ഞിയിൽ കാ വീണിട്ടുണ്ട്, അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എന്തായാലും 6 മണിയെന്ന് പറഞ്ഞത് 6:30 ആയപ്പോൾ ഞാൻ പണി തീർത്തു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.